ഓഫർ തട്ടിപ്പിനിരയായി കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള കോട്ടപ്പുരം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് 58 ലക്ഷം രൂപയാണ് നഷ്ടമായത്. 139 പേർക്കാണ് പണം നഷ്ടമായത്. സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും മാസങ്ങളായിട്ടും കിട്ടിയിട്ടില്ല. സൊസൈറ്റി ഡയറക്ടർ ഫാദർ പോൾ തോമസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സായിഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറാണ് പദ്ധതിയുമായി സഭയെ ബന്ധപ്പെടുത്തിയത്. സിജോ വി ജോൺ ചേരുന്നു. സിജോ, ഈ വലിയ ഞെട്ടലുണ്ടാക്കുന്ന വിവരമാണ് വരുന്നത്. ഈ തട്ടിപ്പിന് ഈ കോട്ടപ്പുറം രൂപതയും ഇരയായി എന്ന് പറയുന്നത് എങ്ങനെയാണ്? എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്? പരാതി കൊടുത്തോ? മറ്റു വിവരങ്ങളും. ധന്യ, ഈ ഓഫർ തട്ടിപ്പിന്റെ വ്യാപ്തി ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പരാതികൾ വരുന്നു, കൂടുതൽ കേസുകൾ വരുന്നു. ഇപ്പോൾ ഓരോ ദിവസവും വരുന്ന കേസുകളുടെ തുക നോക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും അവസാനത്തെ നിലയിലാണ് ഇപ്പോൾ കോട്ടപ്പുറം രൂപതയുടെ ഭാഗത്തു നിന്നും പണം നഷ്ടമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് 9 മാസമായി ഇപ്പോൾ ഈ സാധനങ്ങൾ കിട്ടിയിട്ടാണെന്ന് പറയുന്നത്. ഈ പദ്ധതി തുടങ്ങുന്ന ആദ്യ സമയം മുതൽ തന്നെ ഈ കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള സൊസൈറ്റി, കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി ഇതുമായി സഹകരിച്ചിരുന്നു. നമുക്ക് അവരിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് നിരവധി സാധനങ്ങൾ ഇവർക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. തയ്യൽ മെഷീനാണെങ്കിൽ 500-ലധികം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂട്ടർ ആണെങ്കിൽ 70-80 സ്കൂട്ടറുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തുടക്കഘട്ടത്തിൽ ധാരാളം വസ്തുക്കൾ ഇവരിൽ നിന്ന് കിട്ടുകയും ചെയ്തിരുന്നു. ആനന്ദകുമാറാണ് ഇവരെ ഈ സൊസൈറ്റിയെ ഇതുമായി കണക്ട് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ 9 മാസങ്ങളായി ഇവർ അടച്ച തുകയ്ക്ക് ഒരു വസ്തുവും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആകെ 139 പേർക്കാണ് ഇത് കിട്ടാനുള്ളത്. ഇനി ഉള്ളതിൽ 69 സ്കൂട്ടർ, 56 ലാപ്ടോപ്പ്, 14 തയ്യൽ മെഷീൻ, ഇത്രയും സാധനങ്ങളാണ് കിട്ടാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് ലഭിക്കാത്തതിനെ തുടർന്ന് ഇവരെ സമീപിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ഈ സ്കൂട്ടറിനൊക്കെ ഒരു ടോക്കൺ കൊടുത്തിരുന്നു. അത് കിട്ടുമെന്നൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് മൂവാറ്റുപുഴയിൽ ഒരു സീഡ് സൊസൈറ്റി ഇവർക്കെതിരെ പരാതി നൽകുകയും ഇവരുടെ ഒരു അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തിരുന്നത്. അതോടുകൂടി ഇവർക്ക് ആ സ്കൂട്ടറുകളൊക്കെ ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിൽ സഭാ നേതൃത്വം തന്നെ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് ലഭിക്കുന്നതിന് ഏതറ്റം വരെ പോകുമെന്നാണ് ഇതിന്റെ സംഘടനയുടെ സെക്രട്ടറി ആയിട്ടുള്ള പോൾ തോമസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ നമുക്കറിയാം, ഓരോ ജില്ലയിലും അത്രയധികം, ഇപ്പം നേരത്തെ സിജോ സൂചിപ്പിച്ചതുപോലെ അത്രയധികം കേസുകളാണ്, പരാതികളാണ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപകൾ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഇനിയും പരാതികൾ വന്നേക്കാം എന്നുള്ളതാണ്. കാരണം ഓരോരോ ഈ പറഞ്ഞതുപോലെ സംഘടനകളുമൊക്കെ പല രീതിയിൽ പല ആളുകൾ വഴിയൊക്കെ ഈ സഹായത്തിൻ്റെ ആവശ്യം ഉന്നയിച്ചിട്ടും തട്ടിപ്പിനിരയായിട്ടും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിലും ഇത് സംഭവിക്കും. അപ്പം ഇതിൻ്റെ അന്വേഷണം എങ്ങനെയായിരിക്കും? പോലീസ് തന്നെയാണ് ഇപ്പോൾ ഓൾറെഡി ക്രൈംബ്രാഞ്ചിൻ്റെ കാര്യങ്ങൾ കൈമാറുന്നുണ്ടല്ലോ, അന്വേഷണം ഉൾപ്പെടെ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങളും. അപ്പം ഇതും ക്രൈംബ്രാഞ്ചിലേക്കായിരിക്കുമോ, അല്ലെങ്കിൽ പോലീസാണോ പ്രാഥമികമായിട്ട് ഇതിൽ അന്വേഷണം നടത്തുന്നത്? പോലീസ് അതിന്റെ പ്രാഥമിക വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ക്രൈംബ്രാഞ്ചിനെ കൈമാറുന്നതിന് മുമ്പ് തന്നെ ഈ ഓരോ പരാതികളും കൃത്യമായ ഒരു വിവരങ്ങൾ ശേഖരിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പം ദിവസം ചെല്ലുന്തോറും നിരവധി പരാതികൾ കൂടി വരുന്നു, അതിൽ കേസെടുക്കണം. അങ്ങനെ ഒരു പ്രോസസ്സിംഗ് പൂർത്തിയായതിനു ശേഷമാണ് ഇതിന്റെ ക്രൈംബ്രാഞ്ചിന് കേസുകൾ കൊടുക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് ഇത് ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. കാരണം വലിയ സാമ്പത്തിക തട്ടിപ്പാണ്, പോലീസിന് അന്വേഷിക്കുന്ന ഒരു പരിമിതിയുണ്ട്. ക്രൈംബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ അത് വിശദമായി തന്നെ അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ കേസുകളുടെ എണ്ണം ഏകദേശം വർദ്ധിച്ചു വരുന്ന അതിൻ്റെ വിവരങ്ങൾ പൂർത്തിയായതിനു ശേഷം ഇതിൻ്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വരും. എനിക്ക് മനസ്സിലാകുന്നതനുസരിച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ലഭ്യമാകുന്നതനുസരിച്ച് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് എത്തും. തീരുമാനമായിട്ടുണ്ട്. അത് സംബന്ധിച്ച ഉത്തരവുകളിലേക്കും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്ന ആ ഘട്ടത്തിലേക്ക് വരികയും ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഈ കേസിൻ്റെ അന്വേഷണവും ക്രൈംബ്രാഞ്ചിലേക്ക് തന്നെ നീങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കസ്റ്റഡി കാലാവധി ഇന്നലെ അനന്തകൃഷ്ണന്റെ കഴിഞ്ഞിരുന്നു. ഇനി ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡി ചോദിച്ചിട്ടുമില്ല. ക്ഷമിക്കണം, ഇന്നാണ് കഴിയുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്ന് എന്തായാലും കൂടുതൽ കസ്റ്റഡി വേണ്ട എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിലപാട്. കാരണം ക്രൈംബ്രാഞ്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ അവർ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകട്ടെ എന്ന നിലപാടിലാണ് അവർ ഉള്ളത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായും വരുന്നുണ്ട്. നമുക്ക് പുറത്തു വരുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് എറണാകുളത്തുള്ള ഒരു MLAക്ക് ഒരു ഉയർന്ന തുക
ഇയാൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കിയിലുള്ള ഒരു CPM നേതാവിനും ഒരു സഹകരണ ബാങ്ക് വഴി പണം നൽകിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത് ഈ കാര്യങ്ങളിൽ ഉൾപ്പെടെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇവരുടെ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ പ്രാഥമികഘട്ടം എന്ന നിലയിൽ ആദ്യഘട്ടത്തിൽ ഇതിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത നടപടികളിലേക്കാണ് പോയിരുന്നത്. ഇപ്പോൾ ഈ അക്കൗണ്ടുകൾ കൃത്യമായി വിശദമായി പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ ഫോണ്, ഐപാഡൊക്കെ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് കൂടുതൽ തെളിവുകൾ പോകുന്നത്. എന്തായാലും വൈകാതെ തന്നെ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കും. അന്വേഷണം കൂടുതൽ വേഗത്തിലാകുകയും ചെയ്യും. ശരി, സിജു.